എങ്ങനെയുണ്ടടി? സൂപ്പർ. ജമന്തി. ഹലോ ഗൈസ്, ഈ പൂക്കളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇഷ്ടം തോന്നില്ലേ? ഞാനിത് എവിടെയാണ് വന്നിരിക്കുന്നതെന്നുള്ളത് വഴിയേ ഞാൻ പറയാം കേട്ടോ. ഞാൻ ഈ ചെടികളൊന്നും വാങ്ങാൻ വന്നതല്ല, പക്ഷേ എനിക്ക് കുറച്ച് കുറ്റിക്കുരുമുളക് വേണം. അതിനുമായിട്ടാണ് ഞാനിവിടെ വന്നത്. പിന്നീട് എന്തൊക്കെ വാങ്ങിച്ചെന്നും അത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും സ്കിപ്പ് ചെയ്യാതെ കൂട്ടുകാരെല്ലാവരും കാണണേ. ഞാൻ കോട്ടയത്ത് തെള്ളകം ചൈതന്യ കാർഷിക മേളയിലേക്കാണ് ഞാൻ പോയത്. അവിടെ ഇറങ്ങിയപ്പം ചെടികളും പൂക്കളും, അയ്യോ എന്നെ അവിടെ കയറിയേക്കാവുന്ന കണ്ടു. പൂക്കളിൽ ലോകത്തോട്ട് ചെന്നപ്പോഴത്തേക്കിന് എൻ്റെ കൈ ഇരുന്ന് മെറുപുറത്തു. എന്തെങ്കിലും വാങ്ങിക്കണം. അത്രയ്ക്ക് എനിക്കിഷ്ടമായിരുന്നു അവിടുത്തെ ചെടികളും പൂക്കളും ഒക്കെ. അയ്യോ, നൈജിന് നല്ല പൊരിഞ്ഞ വെയിൽ കൊണ്ട് എൻ്റെ ക്ഷീണമാണ് കേട്ടോ. കയറ് വരുന്ന ഭാഗത്തന്നെ ചെടിയുടെ ഇടയ്ക്ക് ആയിട്ട് മുയലിനെയും ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണത് കാണാൻ. ഈ ചൂട് കാലാവസ്ഥയിൽ അതുങ്ങളെല്ലാം വിശ്രമിക്കുകയാണ്. ഇനി നമുക്ക് കലാഞ്ചിയ കാണാം. അത് പല നിറത്തിലുള്ള പൂക്കളുണ്ട് ഇതിനകത്തെ. ഈ ചട്ടിയിൽ തന്നെ വേര് പിടിപ്പിച്ച് വളർത്തിയെടുത്തിരിക്കുന്ന ചെടികളാണ് ഇതെല്ലാം. എപ്പോഴും ചെറിയ മേളകളിൽ പോകുന്നതാണ് നമുക്ക് നല്ലത്. ഇവിടെ ആകുമ്പം വേര് പിടിച്ച ചെടികളാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. വലിയ മേളകളിൽ ചെല്ലുമ്പോൾ അവർക്ക് ചെടിച്ചട്ടികളിൽ വേര് പിടിപ്പിച്ച് തരാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ പീസായ ചെടികളായിരിക്കും നമുക്ക് കുത്തിവെച്ച് ചില സമയങ്ങളിൽ കിട്ടാറ്. അവിടെ വലിയ ചട്ടികളിലെ ചെടികൾ മാത്രം വേര് പിടിപ്പിച്ച് മാറ്റാതെ തന്നെ നമുക്ക് തരുന്നതാണ്. സാധാരണക്കാർക്ക് പറ്റുന്ന ചെടിയാണ് ഈ പെൻഡാസ് കേട്ടോ. ഇത് പല കളറുകൾ ഇതിൻ്റെ അകത്തും ഉണ്ടായിരുന്നു. ആളുകളുടെ സൗകര്യാർത്ഥം ഈ വക ചെടികളെല്ലാം പലയിടങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് സൗകര്യം പോലെ കാണുകയും അതിൻ്റെ അകത്തുനിന്ന് സെലക്ട് ചെയ്ത് നമുക്ക് മാറ്റി വെച്ച് വിലയിടുകയും ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ ഓർക്കിഡുകളും പല കളറിൽ ഉള്ള ഓർക്കിഡുകളുണ്ടായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് ദിവസമാണ് മേളയ്ക്ക് പോയത്. നല്ല കളറുകളിൽ ആദ്യത്തെ 3 ദിവസം കൊണ്ട് തന്നെ തീർന്നായിരുന്നു. ബാക്കിയുള്ള കളറുകളാണ് ഈ കാണുന്നത്. ഓർക്കിഡുകൾ കണ്ടപ്പോഴേ ഞാൻ കുറ്റിക്കുരുമുളകിൻ്റെ കാര്യം അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. ഇതിലേതെങ്കിലും എടുക്കണമെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒത്തിരി നോക്കി. എല്ലാ ചെടികളിലും ഒരു തണ്ടിൽ മാത്രം പൂവും ബാക്കിയുള്ള തണ്ടുകളിലെല്ലാം പൂവിൻ്റെ കാലാവധി കഴിഞ്ഞ് കണ്ടിച്ചതായിരുന്നു. എനിക്ക് ഈ വർഷം തന്നെ പൂ കിട്ടണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ട് കിളുക്കാറായ തണ്ടുകൾ ഞാൻ നോക്കിയാണ് സെലക്ട് ചെയ്ത് എടുക്കാൻ ശ്രമിച്ചത്. കാരണം ഈ പൂക്കളുടെ കാലാവധി കഴിഞ്ഞാൽ കുറേ കാലം കഴിയണം അടുത്ത പൂക്കൾ ഉണ്ടാവണമെങ്കിൽ. നമ്മളൊരു ഓർക്കിഡ് ചെടി എടുത്താൽ അതിൽ പൂക്കൾ കൂടാതെ എത്ര മുളകൾ ഉള്ള ചെടികളാണ് നമ്മൾ എടുക്കുന്നതെന്ന് നോക്കണം. ഇല്ലെങ്കിൽ അടുത്ത മുള വരാൻ താമസം എടുക്കുകയും പൂക്കൾ കിട്ടാൻ നമുക്ക് കാലതാമസം വരികയും ചെയ്യും. എല്ലാ ചെടികളിലും വിലയും പേരും ഇട്ടിരിക്കുന്നതിനാൽ നമുക്ക് ഇതെന്താ ചെടിയെന്നോ ഇതിൻ്റെ വില എന്താണെന്നോ നമുക്ക് തിരക്കാൻ ഓടേണ്ടതില്ലായിരുന്നു. ഇനി നമുക്ക് റോസാ ചെടികളുടെ ലോകത്തേക്ക് പോകാം. ഈ പൂ കണ്ടോ? ഇത് വയലറ്റ് പൂവാണ്. പക്ഷേ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇത് വയലറ്റാണ്. വെയിലിൻ്റെ ആ വെട്ടത്തിൽ നമുക്ക് ക്യാമറയിൽ കാണാൻ സാധിക്കുകയില്ല. ഇങ്ങനെയൊക്കെ കാണാൻ വരുമ്പോഴാണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചെടികളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. ചെടികൾ മാത്രമല്ല കേട്ടോ, പച്ചക്കറി തൈകളും ഫലവൃക്ഷങ്ങളും വിവിധ തരം ഫലവൃക്ഷങ്ങളൊക്കെ കാണാൻ പറ്റി. ഇത് ഡാലിയയുടെ സെക്ഷൻ. ഇത്രയും പൊരിഞ്ഞ വെയിലത്തും ഈ ചെടികൾ വാടാതെ നിൽക്കുന്നത് ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇതാണ് ഞാൻ മുമ്പേ കാണിച്ച ആ വയലറ്റ് പൂവ്. ഇതിൻ്റെ നിറം കണ്ടോ? ഇതിൻ്റെ മറ്റൊരു കമ്പയിൽ കണ്ടോ, ഈ കളറാണ് കണ്ടോ. വെയിൽ വരുമ്പോഴത്തേക്കിന്
ഈ നിറമാണ് കാണപ്പെടുന്നത്. ചെടികളുടെ വിശേഷം മാത്രമല്ല കേട്ടോ, ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഞ്ഞി മുതൽ ഐസ്ക്രീം വരെ കിട്ടുന്ന ഒരു ഏരിയ ആയിരുന്നു. ഈ കാണുന്ന ചെടികൾ കൂട്ടത്തോടെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭംഗിയായത്. നൈറ്റിനും ഒരു കറക്കം കഴിഞ്ഞ് ദാ വരുന്നു. ഇനി വിളപ്രദർശനം കാണാൻ പോവുകയാണ്. എൻ്റെ നൈനിയായിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചേച്ചിയാണ് ഇത്. കൂടെ കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അവൾ ആ മത്സ്യകന്യകയെ തൊട്ടൊക്കെ നോക്കി ഇതെന്താണെന്നൊക്കെ എന്നോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ. ഞങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് കയറി. ഇതൊരു നല്ല പച്ചപ്പും വളർത്തുമൃഗങ്ങളും കാട്ടുമൃഗങ്ങളും എല്ലാം ചേർന്ന ഒരു സ്ഥലം. വനത്തിലുള്ള ഏകദേശം എല്ലാ മൃഗങ്ങളും ഇതിലുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയ ആയിരുന്നു. ഇവിടെ ഓടി നടന്നാണ് ഓരോ മൃഗങ്ങളെയും പിടിക്കുകയും തൊടുകയും തലോടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഡമ്മിയാണെങ്കിലും കുട്ടികൾക്ക് കണ്ട് മനസ്സിലാക്കാനും തൊട്ട് മനസ്സിലാക്കാനും സാധിക്കുമായിരുന്നു. ജീവനുള്ള മൃഗങ്ങളെ തലോടുന്ന പോലാണ് അവൾ ഓരോ മൃഗത്തെയും പോയി തലോടുകയും കാര്യങ്ങളെല്ലാം പറയുകയും ഒക്കെ ചെയ്യുന്നത്. വിളപ്രദർശനത്തിന് മുമ്പുള്ള എൻട്രി ആയിരുന്നു ഇത്രയും ഭാഗം. പഴമയും പുതുമയുമുള്ളതായ വിളകൾ പ്രദർശനത്തിനുണ്ടായിരുന്നു. ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളെ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിക്കുന്നത് നല്ലൊരു കാര്യമാണ്. എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഇതെല്ലാം എന്താണ് എന്നൊക്കെ അറിയാനായിട്ട്. ചില കാര്യങ്ങളൊക്കെ അറിയാം, എന്നാലും ചിലതൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഭയങ്കര ഡൗട്ടായിരുന്നു. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് അത് അവൾക്ക് വേണമെന്നും പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കാണാനേ പറ്റുള്ളൂ ഈ ഇതിൻ്റെ അകത്ത് കേട്ടോ. വെള്ളത്തിൽ ചവിട്ടില്ല. ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സ്റ്റാള് നല്ല അടിപൊളിയായിരുന്നു. സെറ്റിങ്സ് എല്ലാം നല്ല അടിപൊളിയായിരുന്നു. കാഴ്ചയ്ക്ക് മടുപ്പില്ലാത്ത ഫ്ലവർ സെറ്റിങ്സ് ഇവിടെയും ഉണ്ട്. കണ്ടു മനസ്സിലാക്കാനുള്ള പല കാര്യങ്ങൾ. ഇത് പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ പരിചയപ്പെടുത്തി തരുന്നു. അടുത്ത കാഴ്ചകൾ കാണാമേ. ഇതെങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? പിന്നെ ഉണ്ടാക്കി കഴിക്കാനും നേരിട്ട് കഴിക്കാനുമുള്ളതായ പല സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് കൂവപ്പൊടിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കാനുണ്ടായിരുന്നത്. ഞാൻ ഇച്ചിരി കൂവപ്പൊടി ഉണ്ടാക്കി അത് എത്രത്തോളം അളവുണ്ട്, അതിനെന്ത് വില വരും എന്നൊക്കെ നോക്കണമെന്ന് എനിക്ക് തോന്നി. ഇതിന് 1 കിലോ 350 രൂപയായിരുന്നു. ഞാൻ കുറച്ചേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതറിയണമെന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. മറ്റു സാധനങ്ങൾ ചിപ്സ് പോലുള്ള ഐറ്റങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരുന്നു. ഇനി ഇതാണ് ഞാൻ വാങ്ങിച്ച ഓർക്കിഡ്. അതിൻ്റെ പൂ ഒന്ന് ഒടിഞ്ഞു പോയി, എന്നാലും സാരമില്ല. എനിക്ക് മുളയുള്ള ഓർക്കിഡ് വേണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിന് നല്ല മുളയുള്ള ഒരു ഓർക്കിഡാണ് എനിക്ക് കിട്ടിയത്. പിന്നെ വാങ്ങിയത് അകത്തിച്ചീര, പിന്നെ വാഴ, ഏത്തവാഴയാണ്. 6 മാസം വാഴയും 10 മാസം വാഴയുമാണ് വാങ്ങിച്ചത്. പിന്നെ നീലയമരി, അതും എനിക്ക് ആവശ്യമെന്ന് തോന്നി. പിന്നെ ചീര, അത് വള്ളിച്ചീരയാണ്. പിന്നെ പ്രധാനപ്പെട്ടത് ചെത്തി, എനിക്ക് ഇഷ്ടപ്പെട്ടു പോയായിരുന്നു. 3 തരത്തിലുള്ള ചെത്തിയാണ് ഞാൻ വാങ്ങിച്ചത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. എല്ലാ കൂട്ടുകാർക്കും നന്ദി.